ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയറി മിൽക്കിൻ്റെ റാപ്പർ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പം ഇതിനായിട്ട് വേണ്ടത് നമ്മൾ വെറുതെ കഴിച്ചിട്ട് കളയുന്ന ഡയറി മിൽക്കിൻ്റെ റാപ്പർ മാത്രമാണ്. ഇപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം, വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഈ ഡയറി മിൽക്കിൻ്റെ റാപ്പർ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം ചോക്ലേറ്റ് ഒന്നും ഉള്ളിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കഴുകണ്ട, അല്ലാതെ തുടച്ചെടുത്താലും മതി. ഉള്ളിൽ അലിഞ്ഞൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് എടുക്കണം. ഇനി നമുക്കിതിൻ്റെ സൈഡുകൾ കട്ട് ചെയ്ത് മാറ്റണം. ഈ സൈഡുകൾ നമുക്ക് വേണ്ട കേട്ടോ, ആ ഒരു നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം മതി. നമ്മൾ ഇതിൻ്റെ ആ ബാക്ക് സൈഡിലുള്ള ആ ഒരു സിൽവർ ആ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ട്രയാങ്കിൾ പോലെയൊക്കെ മുറിച്ചെടുക്കാം. അപ്പോൾ അത് പ്രത്യേക അളവൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ട്രയാങ്കിൾ പോലെ കുറച്ച് നീളത്തിനും നീളം കുറച്ചുമൊക്കെ പല പല ഷേപ്പിൽ, അളവ് വേണ്ട, അങ്ങനെ മുറിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒന്ന് മുറിച്ച് കാണിക്കാം. ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ കോണിച്ചായിട്ട് ഫുള്ള് ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഇങ്ങനെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുക്കണം. തീരെ കുഞ്ഞതാക്കാൻ വേണ്ട, കുറച്ചൊന്ന് വലുതായിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം സ്ക്വയർ ഒന്നും ആയി പോവാതെ ട്രയാങ്കിൾ ആവാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഡയറി മിൽക്കിൻ്റെ കട്ട് ചെയ്തെടുക്കുക. ഡയറി മിൽക്ക് മാത്രമല്ല കേട്ടോ, ഈ ഒരു സിൽവർ കളറ് അടിയിൽ വരുന്ന ഏത് ചോക്ലേറ്റിൻ്റെ റാപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഫുള്ള് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. പിന്നെ വേണ്ടത് ഐസ്ക്രീമിൻ്റെ ഒരു കപ്പാണ്. അപ്പം ഞാൻ ചെറിയ ഒരു ഐസ്ക്രീമിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇങ്ങനത്തെ കപ്പൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഐസ്ക്രീമിൻ്റെ ആണ് എടുത്തതേ ഉള്ളൂ. അപ്പം ഇത് നമുക്കിനി ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പം അത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് കട്ട് ചെയ്യുവാണ്. നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ അടപ്പടയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് അല്ല, അപ്പോൾ അത് നമുക്ക് വേണ്ട. അപ്പോൾ അതൊരു കത്തി ഉപയോഗിച്ചിട്ട് സൂക്ഷിച്ചിട്ട് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മുറിച്ച് മാറ്റിയതങ്ങ് മാറ്റാം. ഈ ഭാഗം നമുക്കിനി വേണ്ട, ഇനി ഈ ഒരു ഭാഗമാണ് വേണ്ടിയത്. അപ്പം ഇതിൻ്റെ ഇപ്പം മുകൾ ഭാഗത്തിനൊരു ഷേപ്പൊക്കെ കുറവുണ്ട്. അപ്പോൾ അതൊന്ന് സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അത് വൃത്തിയൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്താണിത്. അപ്പം നമുക്കിനി ചെയ്യേണ്ടത് ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻ്റാണ്. സ്പ്രേ പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, അക്രിലിക് പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റ് ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷം ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നവർ എന്തെങ്കിലും അടിഭാഗത്ത് ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സർഫസിലൊക്കെ പെയിൻറ്റ് ആവും. അപ്പോൾ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഉൾഭാഗം പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പുറം മാത്രമാണ് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം. ഞാനിപ്പോൾ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്താണ്. ഇപ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റില്ല, ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഉണങ്ങട്ടെ. അപ്പോൾ നമുക്ക് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. അക്രിലിക് പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും, ഒരുപാട് സമയം വേണ്ട. ഇതിപ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും ഉണങ്ങാൻ. അപ്പോൾ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ട് തന്നെ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പെയിൻറ്റൊക്കെ എല്ലായിടത്തും പറ്റി ആകെ വൃത്തിയിടാവും. ഇപ്പോൾ കണ്ടോ, ഫുള്ള് ഡ്രൈ ആയതാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലാണ് ചെയ്യേണ്ടത്. ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ബ്ലാക്ക് അല്ലാതെ വേറെ ഏത് കളർ യൂസ് ചെയ്താലും ഇതിന് ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഒട്ടിക്കാം. ഞാൻ പൊട്ടിക്കുന്നത് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഗൺ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക, ഒരുപാട് തേക്കരുത്, കുറച്ച് തേച്ചാൽ മതി. ഒരു ജസ്റ്റ് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് തേച്ചതിന് ശേഷം ഇതുപോലെ ഒട്ടിക്കണം. നമ്മൾ ഒരു ചൂടോടുകൂടി ഹോട്ട് ഗ്ലൂ ഗൺ തേക്കുന്ന സമയത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുളുങ്ങി വരും. അതൊരു ഭംഗിയാണ് കേട്ടോ. ഒരു ചെറിയ ഡയമണ്ട് കട്ടിങ് പോലെ ആവും ഇങ്ങനെ ചെയ്യുമ്പോൾ. കണ്ടോ, അങ്ങനെ ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ഈ ഒരു കപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് സ്പേസ്, കൃത്യമായ സ്പേസ് വിട്ടിട്ട് വേണം ഓരോ സ്ഥലത്തും ഒട്ടിക്കാൻ. ഒരു സ്ഥലത്ത് ചേർത്തും ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലം വിട്ടിട്ടും ഒട്ടിക്കല്. ഇതുപോലെ ഞാൻ ഫുള്ള് ഒട്ടിച്ചെടുത്തതാണ്. നമുക്ക് കണ്ടാൽ ഈ റാപ്പർ ഒട്ടിച്ചതെന്ന് പറയില്ല, വേറെ എന്തോ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതൊരു പെൻസിൽ ഹോൾഡറായിട്ടോ ഫ്ലവർ വൈസ് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.